പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 പത്രോസ് 5:7 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇന്ന് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവർ വളരെ കുറവാണ്. കുറേ പേർ ഭാവി കാലത്തിലും കുറേ പേർ ഭൂതകാലത്തിലുമായിട്ടാണ് ജീവിക്കുന്നത്. അതിനാൽ ദൈവം തരുന്ന ഓരോ നിമിഷവും ഓരോ അവസരങ്ങളും ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ കാല അനുഭവങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ മരണം, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, അതുപോലെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, ഇങ്ങനെ ഓരോന്നും കഴിഞ്ഞുപോയ കാര്യങ്ങൾ, മറന്നു പോകേണ്ടതായ കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ട് അപ്രകാരം ജീവിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തെ നാം തന്നെയാണ് അപ്പോൾ നശിപ്പിക്കുന്നത്. എന്നാൽ മറ്റു ചിലർ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ഉത്കണ്ഠാകുലരാകുന്നവരും ഉണ്ട്. അങ്ങനെ ഉത്കണ്ഠയോടുകൂടി ഇന്ന് ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതം, കാലത്തിലുള്ള നമ്മുടെ ജീവിതം നാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉത്കണ്ഠ കൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം പോലും കൂട്ടാൻ നമുക്ക് സാധിക്കുകയില്ല. 1 പത്രോസ് 5:7 തിരുവചനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ യേശുവിലാണ് നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ഏൽപ്പിക്കേണ്ടത്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കായി അവനെ ഏൽപ്പിച്ചു തന്നവൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സർവ്വതും നമുക്കായി നൽകും. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ഭൂതകാലത്തിലും ഭാവി കാലത്തിലുമല്ല നാം ജീവിക്കേണ്ടത്, മറിച്ച് വർത്തമാനകാലത്തിലാണ് നാം ജീവിക്കേണ്ടത്. ദൈവം തരുന്ന ഓരോ നിമിഷവും ഓരോ അവസരവും പ്രയോജനപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നമുക്ക് എന്തെല്ലാം ആവശ്യമാണ് എന്ന് വ്യക്തമായി അറിയാം. അത് തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകുകയും ചെയ്യും. നാം ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയാണ്. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നമുക്ക് തരുമെന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലാണ് നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടത്. ദൈവം നമ്മെ നിത്യം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും കരുതലും വളരെ വലുതാണ്. ഈ ഒരു ബോധ്യത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.